സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പ്രമുഖ വ്യവസായിയും ഹൈലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ പി സുലൈമാനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ പി സുലൈമാൻ. ഹൈലൈറ്റ് പുതിയൊരു റെക്കോർഡിലേക്ക് പോവുകയാണ്. അതായത് ഹൈലൈറ്റിൻ്റെ പുതിയ മോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള ഒരു മോളായി വരാൻ പോവുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഫേസിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ വരെ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. രണ്ടാമത്തെ ഫേസിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ നെക്സ്റ്റ് 10th അതിൻ്റെ ഫിറ്റ് ഔട്ടിന് വേണ്ടിയിട്ട് റീറ്റെയിലേഴ്സിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യാം. 10th മോർണിംഗ് 9 o'clock ഹാൻഡ് ഓവർ ചെയ്യാൻ. ഇത് ഇപ്പോൾ ഈ ഒരു ഹൈലൈറ്റ് മാളിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണോ? ഫസ്റ്റ് ഫേസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആക്കിക്കുന്നത്. ഞങ്ങൾ രണ്ടും കൂടി ചേർന്നതാണ് മാൾ. അപ്പോൾ അതിൻ്റെ 50% ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 50% ഉള്ളൂ, ബാക്കി 50% ആണ് സെക്കൻഡ് ഫേസ് പറഞ്ഞത്. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒറ്റ മാളാണ് ശരിക്കും. രണ്ട് ഫേസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല ഒരിക്കലും. ഇപ്പോൾ ഈ മാൾ തന്നെ ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള മാളുകൾ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. ഇപ്പോൾ കാലിക്കറ്റിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായും. ഞങ്ങൾ ഒരു കേരളത്തിൽ ടോട്ടൽ നോക്കേണ്ട ഒരു വലിയ മെട്രോ പോലെയുള്ള ശരിക്കും എല്ലാ ചെറിയ ചെറിയ മുനിസിപ്പാലിറ്റിയിലൊക്കെ 5 ലക്ഷത്തിന് മേലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു മോളിന് സ്കോപ്പ് ഉണ്ട് ശരിക്കും. ആ ഒരു സ്ഥലത്തൊക്കെ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി സെൻറ്റർ പോലെ ചെറിയ മോള് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വലിയ സ്പേസ് ഇല്ലാത്ത വലിയ സ്പേസ്, ഒരു 2 lakh square feet റീറ്റെയിൽ സ്പേസും ഒരു ക്ലബ്ബും ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററും ഒരു 5 to 6 തിയേറ്റേഴ്സും ഒരു 30,000 square feet ഒരു എന്താ പറയുക ഒരു ഹൈപ്പർ മാർക്കറ്റും കൂടി ചേർത്തുള്ള ഒരു 500 പാർക്കിങ്ങും. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. കേരളത്തിലുടനീളം എല്ലാ മുനിസിപ്പാലിറ്റി, അതായത് 5 ലക്ഷം ആൾക്കാർ താമസിക്കുന്ന സറൗണ്ടിങ്സിലുള്ള ഒരു സെൻട്രൽ 5 ലക്ഷം ആൾക്കാർ താമസിക്കുന്ന ഏത് നഗരസഭ ഏത് സ്ഥലത്തും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതായത് പിന്നെ കേരളത്തിൽ എനിക്കൊരു 50-55 മോളിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഒരു 100 മേലെ സ്കോപ്പ് ഉണ്ട്, പക്ഷേ ഒരു 50-55 സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അങ്ങോട്ട് മോളുകളുടെ കാലമാണ്. തീർച്ചയായിട്ടും. കാരണം ആൾക്കാർക്ക് ഈ വെയിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ മഴ കൊണ്ടിട്ടോ നടന്ന് എല്ലാ ഷോപ്പിൽ പോയി വരാനുള്ള സമയമില്ല, അതൊക്കെ താല്പര്യമില്ല. ചെറുകിട വ്യാപാരികൾ എന്താ പ്രശ്നം വെച്ചാൽ അവരുടെ ഒരു തലമുറ മാറ്റം. അതായത് ഒരു സാധാരണ ഒരു ഷോപ്പ് നടത്തിയ ഒരാൾക്ക് കുറേ കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് നേരെ IT-യിലേക്കോ മറ്റേക്ക് മാറുന്നതിന് പകരം അവരുടെ വേറൊരു സെഗ്മെൻറ്റിലേക്ക്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ലൈഫ് സ്റ്റൈലിലേക്ക് മാറുക, അവരെ ഒരു വേറൊരു ഷോപ്പ് എടുത്തിട്ട് അവരെ ഒരു ലൈഫ് സ്റ്റൈലിന് മാറുന്ന ഒരു മാറ്റം. സാധാരണ ഒരു ഷോപ്പ് നടത്തിയ ആളും മകൻ വരുമ്പോൾ കുറച്ചും കൂടി ഗ്രേഡ് മാറും, അത്രേ ഉള്ളൂ. അവര് ജോലി എന്തായാലും ഉണ്ടാവില്ല സ്വാഭാവികം. ഈ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ മോള് മാത്രമല്ല, ശരിക്കും ഒരു കേരളത്തിലെ പ്രമുഖ ബിൽഡറാണ് താങ്കൾ. ഒരുപാട് വില്ലാസ്, ഫ്ലാറ്റുകൾ ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് ഈ ഒരു വൈവിധ്യമാർന്ന് ഇപ്പോൾ ഏതെടുത്താലും ഒരു കസ്റ്റമേഴ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ബ്രാൻഡായിട്ട് ഹൈലൈറ്റ് വളർന്നിട്ടുണ്ട്. മറ്റ് ബ്രാൻഡുകളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഹൈലൈറ്റിനെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം അതാണ്. കാരണം ഒരു വിശ്വാസ്യത, ക്രെഡിബിലിറ്റി. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു രഹസ്യം? അല്ല, ഞങ്ങളിപ്പം ആലോചിക്കുന്നത് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം. അതായത് നമ്മൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക ബ്രെഡ് ആൻഡ് ബട്ടറാണ് ശരിക്കും പറഞ്ഞാൽ. ഫ്ലാറ്റിൻ്റെ ആയിട്ടാണ് ഞങ്ങൾ ശരിക്കും കമ്പനി നടന്നുകൊണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറി എപ്പോഴും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ സ്വാഭാവികമായിട്ടുണ്ടല്ലോ നമുക്ക്. അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഭാഗമായിട്ടും ഡിഫറെൻ്റ് ആയി വരുന്നത് ശരിയാണ്. ഇപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഈ കാലത്ത് ഈ ആൾക്കാരെ, പ്രത്യേകിച്ച് മലയാളികളെ തൃപ്തരാക്കുക അത്ര എളുപ്പമാണോ? എത്ര എളുപ്പമല്ല, പക്ഷേ നമ്മൾ ഒരു എന്താ പറയുക ഒരു കഴിവിൻ്റെ മാക്സിമം ചെയ്യുക അത്രേ ഉള്ളൂ. എല്ലാവരും 100% തൃപ്തിയാക്കാൻ പറ്റില്ല, പക്ഷേ എന്നായിരുന്നാലും കമ്പാരിറ്റീവ്ലി ആൾക്കാരെ തൃപ്തിയാണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു, അതിന് നമ്മുടെ മനസ്സിൽ എന്താണ്, അത് ഏത് രീതിയിൽ പൂർത്തിയാക്കാവുന്നതാണോ അതോ അതിൻ്റെ ഒരു വിപണന സാധ്യതയാണോ ആലോചിക്കുക? എന്തായിരിക്കും ഒരു പ്രോജക്റ്റ് നമ്മൾ ഇപ്പോൾ പ്രത്യേക സ്ഥലത്ത് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, എന്തൊക്കെ ഘടകങ്ങളായിരിക്കും നമുക്ക് അവിടെ അങ്ങനെ തുടങ്ങാൻ നോക്കുന്നത്? ഒരുപാട് സാധനമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ ലൊക്കേഷൻ, ആ ഒരു ലാൻഡ് കാണുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി, നമുക്ക് കാണുമ്പോൾ ഒരു വൈബ്സ് ഉണ്ടാവും. ഓക്കെ, ഇത് നടക്കും, ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ള ആ വൈബ്സാണ് ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ നമ്മളൊരു സക്സസ് തന്നെ സംഭവം. അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ പ്രോജക്റ്റ് ഇവിടെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിറ്റിയിൽ നിന്ന് 7 കിലോമീറ്റർ മാറിയിട്ടാണ്. അന്നൊരാൾ ചോദിക്കുമ്പോൾ 7 കിലോമീറ്റർ മാറിയിട്ട് ആരാണ് ഇവിടെ വരിക, ഇവിടെ ഒരിക്കലും ഫീസിബിൾ ആവില്ല, മാള് നടക്കില്ല, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരില്ല, ഫ്ലാറ്റ് വാങ്ങില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നിപ്പോൾ ഇതാ ഈ സിറ്റി മാറി. അന്ന് ഞാൻ കാണുമ്പോൾ ഉള്ളത് വെച്ചാൽ ഈ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഓടുന്ന അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിൽ അന്ന് 17 ശരിക്കും പറഞ്ഞാൽ ഇത്രയും വൈഡനിങ് റോഡ് അക്വിസിഷൻ കഴിഞ്ഞ ഒരു റോഡ് വേറെ ഇല്ല. അപ്പോൾ കോഴിക്കോടിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരേ ഒരു സാധ്യത ഈ റോഡ് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് റോഡ് അക്വിസിഷനാണ്, ലാൻഡ് അക്വിസിഷൻ. അപ്പോൾ അതുകൊണ്ട് അക്വിസിഷൻ കഴിഞ്ഞ ഒരു സ്ട്രച്ച് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നുള്ള ഫ്യൂച്ചറിലൂടെ വരുന്നുള്ളത് മുൻകൂട്ടി കാണാൻ പറ്റിയെന്നുള്ളത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ
സക്സസ് ഉണ്ട്. അടിസ്ഥാനപരമായിട്ട് താങ്കളൊരു എഞ്ചിനീയറാണ്. എന്നിട്ട് താങ്കൾ ഈ ഒരു നിർമ്മാണ രംഗത്തേക്ക് വരാനുള്ള ഒരു ഘടകം എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു ഫീൽഡിലേക്ക് സ്വഭാവം ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ നിന്ന് വളരെ ചെറിയ രീതിയിലുള്ള കോൺട്രാക്ട് തുടങ്ങിയിട്ട് അതിൽ നിന്നാണ് പിന്നെ ഓരോ സ്റ്റെപ്പ് മാറിയത്. എവിടെയായിരുന്നു ആദ്യത്തെ ഒരു? മലപ്പുറം. ഞാൻ ശരിക്കും മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത്, ഇതിന് ബോർഡറിലാണ്. അപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കക്കാട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ വളരെ ചെറിയ എനിക്ക് തോന്നുന്നു ഒരു 60 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഓഫീസ് വെച്ചിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും അവിടെ നിന്ന് ഉള്ള ഡെവലപ്മെൻറ്റാണ് പിന്നെ കൺസ്ട്രക്ഷൻ. വളരെ ചെറിയ വീടുകളും എന്താ പറയുക, ചെറിയ ഷോപ്സും ചെറിയ ടോയ്ലറ്റ് വരെയുള്ള എടുത്തിട്ട് അത് ടേൺകീ പോലെ എടുത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കോൺട്രാക്ടിങ് കമ്പനിയായിട്ട് നമ്മൾ തുടങ്ങി. അതിൽ നിന്നാണ് ഇത്ര വലിയൊരു ഗ്രൂപ്പായിട്ട് പടർന്ന് പന്തലിച്ചത് അല്ലേ? തീർച്ചയായിട്ടും. ഇതിന് ജീവനക്കാരുടെ ഒരു വലിയ സഹകരണം ഉറപ്പല്ലേ? അതായത് എനിക്ക് മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ സ്വപ്നം കാണാൻ മാത്രമേ എൻ്റെ ഏറ്റവും ഡ്യൂട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, പ്രോജക്റ്റ് കൺസീവ് ചെയ്യാന്നുള്ളത്. അത് എന്താ പറയുക, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് തീർച്ചയായും ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഒരു വലിയ സവിശേഷതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജീവനക്കാരുടെ അല്ലെങ്കിൽ ഒരു വലിയ എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നാണ്. അതിന് കാരണം വെച്ചാൽ ഞങ്ങളിപ്പം ഈ ബിൽഡേഴ്സ് വെച്ച് ബാക്കിയുള്ള എല്ലാ സെഗ്മെൻറ്റിലുള്ള കമ്പനികളിലും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ആ കമ്പനിയിലൊക്കെ 50% സ്റ്റാഫിനുള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് വട്ടവർ ലോസ് ആണെങ്കിൽ വട്ടവർ അത് 50% സ്റ്റാഫിൻ്റെതാണ്. ശരി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എല്ലാവർക്കും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ അതിന് ഞാനെപ്പോഴും തിരിച്ച് പറയാറ്, അവർ കമ്പനി ലാഭം ഉണ്ടാക്കിയിട്ട് 50% എനിക്ക് തരുന്നു. അങ്ങനെയാണ് ഓണേഴ്സ്, ഉടമസ്ഥാവകാശം അവർക്ക് ഉള്ളതാണെന്നുള്ള ഒരു ധാരണ. അപ്പോൾ അവർ ലാഭം ഉണ്ടാക്കിയിട്ട് ആ 50% എനിക്ക് തരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ എംപ്ലോയി ഫ്രണ്ട്ലി ആവുമല്ലോ. ഇപ്പോൾ ഈ മാളുകളുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നഗരസഭ അതിർത്തിയിൽ ഇങ്ങനെ 5 ലക്ഷം പരിധിയുള്ള ആൾക്കാരുള്ള അടുത്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേറെ പുതിയ പ്രോജക്റ്റ് ഇപ്പം ഹഗ് മഗ് അങ്ങനെയൊക്കെയുള്ള പുതിയ പരിപാടി തുടങ്ങി. വലിയ ക്ലബ്ബ് കോഴിക്കോട്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഹഗ്ഗമഗ് എന്ന് പറഞ്ഞാൽ കോഫീസ് ചെയ്യുന്ന ശരിക്കും ഞങ്ങൾ ഈ ഒരു ബിസിനസ് പാർക്ക് ഇത് സക്സസ് ആവാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കോഫി ഷോപ്പ് ആവശ്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴുള്ള റീറ്റെയിലേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ചോദിച്ചു. നമുക്ക് എക്സാമ്പിൾ പറയുന്നത് CCDയിലേക്ക് ചോദിച്ചു, ബൺ ക്ലബ്, അങ്ങനെ കുറേ ഇവിടെ ഉള്ള കോഫി ഷോപ്സിനടുത്ത് ചോദിച്ചപ്പം അവർക്കാർക്കും താല്പര്യമില്ല. ഇത് നടക്കൂല എന്ന് തോന്നുന്നത്. അപ്പോൾ നടത്തുന്നു കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ ഒരു കോഫി ഷോപ്പ് ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഹഗ്ഗമഗ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. ഇന്ന് ശരിക്കും ഞങ്ങൾ ചെയിൻ പോലെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് 5 ഷോപ്പ് ഓൾറെഡി ഞങ്ങൾക്കുണ്ട്. 5 ഓൾറെഡി ഉണ്ട്. പുതിയതായിട്ട് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. അല്ല, 5 ഓൾറെഡി സക്സസ് നടക്കുന്നുണ്ട്. 5 ഓൾറെഡി ഉണ്ട്. പുതിയതായിട്ട് തുടങ്ങാൻ 100 കേരളത്തിൽ ചെയ്യണം എന്നാണ് ഞങ്ങൾ കാരണം. ഞങ്ങൾ പോകുന്ന എല്ലായിടത്തും ഞങ്ങൾ കൊണ്ടുപോകില്ല. സ്വാഭാവികമായിട്ടും നല്ല റെസ്പോൺസ് ആണോ? നല്ല റെസ്പോൺസ്. ഒരിക്കലും ആൾക്കാർ പ്രതീക്ഷിക്കാത്ത ഞങ്ങൾ 24 hours ഷോപ്പാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ ബിസിനസ് പാർക്കിൽ. അതിപ്പം എപ്പോൾ വന്നാലും ഓരോ സീറ്റ് ഫുള്ളായിരിക്കും. രാത്രി 2 മണി 3 മണി 4 മണിയൊക്കെ വന്നാൽ തന്നെ ആൾക്കാർ. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഫാമിലി ആയിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഒരു ലേഡീസിനൊക്കെ ഒറ്റയ്ക്ക് രാത്രി വന്ന് ഇരുന്ന് കോഫി കഴിച്ച് പോകാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആംബിയൻസും ഒരു കോൺഫിഡൻസും. ആൾക്കാർ ഓക്കെ എവിടെയെങ്കിലും പോയി ഒരു ലേഡീസ് ഒറ്റയ്ക്ക് പോകാം, നമ്മൾ സുരക്ഷിതമായിട്ട് വന്നിരിക്കാം. ഇവിടെ ഒറ്റയ്ക്ക് നടന്ന് ആൾക്കാർ വന്നിട്ട് അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്ത് ഇവിടെ നിന്ന് കോഫി കഴിച്ച് 2 മണി 3 മണിക്ക് പോകുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ചെറുതൊന്നുമല്ല. ഒരു ക്ലബിന്റെ കാര്യം, ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ക്ലബ്ബ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും അത് ഡ്രിങ്ക്സ് ലിക്കർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലബ്ബ് എന്നാണ് ഒരു കോൺസെപ്റ്റ് മനസ്സിൽ. ആൾക്കാർ ആരും ആലോചിക്കില്ല എന്തിനാ ക്ലബ്ബ്. അപ്പോൾ ക്ലബ്ബ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ മാറ്റി എഴുതാൻ ഞങ്ങൾ ആലോചിക്കും. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫാമിലി ഓറിയൻറ്റഡ് ക്ലബ്ബാണ് ഞങ്ങൾ അല്ല. നെക്സ്റ്റ് മാർച്ചിൽ ഞങ്ങൾ ഇനോഗ്രേഷൻ ഉണ്ടാവും. അത് 1 lakh സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 1 lakh സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്ത്യയിൽ തന്നെ വേറെ 1 lakh ചെയ്തിട്ടില്ല. എത്ര വലിയ ഫാമിലി ക്ലബ്ബാണ്, 100% ഫാമിലി ക്ലബ്ബ്. അപ്പോൾ ഫാമിലിക്കുള്ള ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ളതും പ്ലസ് ബിസിനസ് മീറ്റിംഗ്സ് റൂംസ് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുള്ള കൺവെൻഷൻ സെന്റർ അങ്ങനെയൊക്കെയാണ്. കൺവെൻഷൻ സെന്റർ ക്ലബ്. അതായത് അതിൽ വേണ്ട മീറ്റിംഗ് റൂംസ് ഉണ്ടാവും, ഡെക്കറേഷൻ സ്പേസ് ഉണ്ടാവും, പൂള്, ജിം, അതായത് ഗെയിം ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഫാമിലിക്ക് വേണ്ട കുറേ നിങ്ങൾ റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. കുറച്ച് റൂംസ്. ക്ലബ്ബ് തുടങ്ങാൻ ഒരു പ്രേരണ എന്താണ്? ഞങ്ങളിവിടെ ആലോചിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഫാമിലിക്ക് ഇവിടെ എൻ്റർടൈൻമെൻറ്റ് സാധനം ഇവിടെ ഇല്ല. ഇപ്പോൾ പല ക്ലബ്ബും ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ ശരിക്കും ആൾക്കാർ ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഡ്രിങ്ക്സ് കഴിക്കാൻ പറ്റില്ല. ഇവിടെ പൊതുവെ ഈ കോഴിക്കോടിനെ സംബന്ധിച്ചോളം ലേഡീസ് പോയിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്ന സിസ്റ്റം സ്ഥലത്ത് പോയില്ല. സ്ഥലത്ത് പോയി ഡ്രിങ്ക്സ് കഴിക്കുന്നത് വളരെ കുറവായിരിക്കുന്നു. അപ്പോൾ പുറത്തിപ്പം മെട്രോ സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗേൾസും ബോയ്സ് പബ്ബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ സിസ്റ്റം ഇല്ല ശരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ ഫാമിലിൻ്റെ കൂടെ പോകുമ്പം ഈ ഫാമിലി ശരിക്കും എന്താ പറയുക, ലേഡീസിലേക്ക് എപ്പോഴും മാറി നിൽക്കേണ്ടി വരികയാണ് ഈ ക്ലബിലേക്ക് വരുമ്പോൾ. അവർക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു എന്തെങ്കിലും ചെയ്യുന്ന കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതിന് ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്ലബ്ബ് ഉണ്ടാകുന്നത്. താങ്കൾക്ക് വളരെ ദീർഘകാലത്തെ ഒരു പരിചയസമ്പന്നത ഇപ്പോൾ ഈ ബിൽഡിങ്ങിലും എല്ലാത്തിലും ഉണ്ട്. വീടിനെ കുറിച്ചുള്ള മലയാളികളുടെ സങ്കല്പത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടോ?
ഒരിക്കലുമില്ല. വെച്ചാൽ മലയാളി എപ്പോഴും ഒരു ബാക്കിയുള്ള കൺട്രീസിലെ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് താമസിക്കാനുള്ള സ്പേസ് മാത്രമാണ് വീടിനെ കാണുന്നത്. മലയാളി അങ്ങനെ മലയാളി ഒരു എന്താ പറയുക ഒരു പേഴ്സണാലിറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു നമ്മൾ ഞാൻ എൻ്റെ വീട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. എങ്ങനെ ഒരു വീട് സമ്പാദിക്കണം. അപ്പോൾ അയാൾ ഒരു 15 to 20 ഇയേഴ്സിൻ്റെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് അവർ വീടുണ്ടാക്കുന്നത്. മറ്റു വേറെ ഒരു കൺട്രിയിലും അങ്ങനെ 15 ഇയേഴ്സ് ഒന്നും സ്പെൻഡ് ചെയ്യില്ല. 15 to 20 ഇയേഴ്സാണ് നമ്മൾ സാധാരണ ഒരു ആവറേജ് മലയാളിൻ്റെ എന്താ എഫേർട്ടിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് വീടുണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും 15 വർഷം ചെയ്യുന്നത്. അപ്പം പൈസ ഉള്ള ആൾക്കാരാണ് വലിയ പടവും, പൈസ ഇല്ലാത്തവർക്ക് ചെറിയ പടവും. അപ്പോൾ ആൾക്കാർ ആ കോൺസെപ്റ്റ് അങ്ങനെ തന്നെ വെക്കാം. പക്ഷേ ചില ആൾക്കാർ ഭയങ്കര ആഡംബരമായിട്ടുള്ള വീട് വയ്ക്കാനോ ഒക്കെ വലിയ മതിലൊക്കെ കെട്ടിപ്പൊക്കി ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്. കാരണം ഞാനൊരു എക്സാമ്പിൾ, ഞാൻ കൺസ്ട്രക്ഷൻ തുടങ്ങിയ സമയത്ത് അന്ന് ഞാനൊരു വീടുണ്ടാക്കിയത് ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ വീടായിരുന്നു. അന്ന് അതിന്ന് നോക്കുകയാണെങ്കിൽ 4500 സ്ക്വയർ ഫീറ്റോളൂ. അത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ വീടുണ്ടാക്കുമ്പോൾ ആൾക്കാർ കാണാനൊക്കെ പോയിട്ടുണ്ട്, റോഡിൽ പോകുമ്പോൾ സംസാരിക്കും എന്താ വലിയ വീടാണ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുണ്ട് 1,20,000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആലോചിച്ചു അപ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ട്. ആൾക്കാരുടെ എണ്ണം കുറവാണെങ്കിലും വലിയ വീടിനോടുള്ള 30,000-40,000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ ഒരുപാടെണ്ണം മലപ്പുറം ജില്ലയിലും അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല, എനിക്കത് കണ്ണൂരൊക്കെ തന്നെ എല്ലായിടത്തും കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഈ 30,000 സ്ക്വയർ ഫീറ്റൊക്കെയുള്ള വീടുകൾ ഇഷ്ടംമാതിരി വന്നു. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ആൾക്കാരെ ഇൻകം കിട്ടുന്നതനുസരിച്ച് ആ റേഞ്ച് മാറുക എന്നല്ലാതെ കോൺസെപ്റ്റ് മാറുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ കേരളത്തിൽ ഈ സ്ഥല ലഭ്യതയുടെ ഒരു കുറവ് കൂടി വരാൻ സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് ഫ്ലാറ്റുകളോടുള്ള ഒരു താല്പര്യം കൂടുമെന്ന് തോന്നുന്നു. ഫ്ലാറ്റിൽ താല്പര്യം കൂടാൻ രണ്ട് കാര്യമുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ലിവിങ് ആൾക്കാർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ അടുത്ത അയൽവാസികളും ഒക്കെ ആയിട്ട് ബന്ധം ഉണ്ടാവുമായിരുന്നു. തൊട്ട് അയൽവക്കത്ത് നമ്മൾ കാണും, പരിചയം ഉണ്ടാവും. നാട്ടുപ്രദേശത്ത് താമസിക്കുമ്പോൾ ആ അടുപ്പുണ്ടാവുമായിരുന്നു. ഫ്ലാറ്റ് താമസിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഫ്ലാറ്റ് താമസിക്കാൻ തൊട്ടടുത്തുള്ള ആളെ അറിയില്ല എന്ന് പറയും. ഇന്ന് നേരെ തിരിച്ചാണ്. ഒരു ഫ്ലാറ്റ് താമസിക്കുന്ന ആൾക്കാരും അവരെല്ലാം സെലിബ്രേഷൻ ഉണ്ടാവും. ഓണം, വിഷു, അല്ലെങ്കിൽ എന്താ പറയുക പെരുന്നാൾ, എല്ലാം അവർ സെലിബ്രേറ്റ് ചെയ്യും. ഓരോ ഈവന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ശരിക്കും ഒരു കൂട്ടുകുടുംബം പോലെ കൂട്ടുകുടുംബങ്ങളായിട്ടില്ല. നേരെ മിസ് നാട്ടിലാണെങ്കിലോ തൊട്ടടുത്തുള്ള ആളെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അക്സെപ്റ്റ് ചെയ്യും, രണ്ടാമത്തെ പ്രാവശ്യം ഇയാൾ എന്തിനാ വന്ന് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നാട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ അടുപ്പില്ലാതായി പോകുന്നത്. അപ്പം ഞാൻ നാട്ടിൽ താമസിക്കുന്നത്, പക്ഷേ രാത്രി ഡ്രൈവ് ചെയ്ത് വീട്ടിൽ പോയി കിടന്നുറങ്ങും, രാവിലെ നീട്ടി പോരും. ഒരു പ്രാവശ്യം അടുത്ത വീട്ടിൽ പോകാം, 2 പ്രാവശ്യം 3 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ സംശയിക്കുകയും ചെയ്യും, എന്തെങ്കിലും ഒന്ന് വയ്ക്കും. നേരെ വെച്ച് ഫ്ലാറ്റിലങ്ങനെ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്, എപ്പോഴും ബന്ധമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ കൂടെ സെയിം സ്കൂളിലോ അല്ലെങ്കിൽ സെയിം റേഞ്ചിലുള്ള ഒരു 2-3 ഫാമിലി എന്തായാലും നമ്മൾ ബന്ധമുണ്ടാവും. ഈ പൊതുവെ ബിൽഡേഴ്സ് വലിയ ഹൈ റൈസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഹൈ എൻഡിലുള്ള കസ്റ്റമേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്നാൽ വീടുണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള സാധാരണക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ ഉദ്ദേശിച്ച ഒരു എക്കണോമിക് അല്ലെങ്കിൽ ഒരു ബജറ്റ് ബിൽഡിംഗ് അങ്ങനെയുള്ള എന്തെങ്കിലും ആലോചന ഉണ്ടോ? അതിന് ഒരു വലിയ കാരണം അത് ഗവൺമെന്റ് സൈഡിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊക്കെ പറഞ്ഞ് ഇത്തരം അത് കേരളത്തിൽ പ്രാക്ടിക്കൽ അല്ല ശരിക്കും. അതായത് ഞാൻ പറഞ്ഞത് നേരത്തെ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് വീട് എന്നുള്ളത് മാത്രം ഉണ്ടായാൽ മതി. ഇവിടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കൂടിയാണ് ഈ വീട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചാൽ ഒരു വലിയ പൈസക്കാരൻ വേണമെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ വാതിൽകട്ടിൽ അല്ലെങ്കിൽ ഡോറിൻ്റെ ഫ്രെയിമൊക്കെ നമുക്ക് വേണമെങ്കിൽ സാധാരണ മരത്തിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉപയോഗിക്കാം. പക്ഷെ സാധാരണ പൈസ ഇല്ലാത്തവരാണ് ഏറ്റവും നല്ല മരത്തിൽ ഉപയോഗിക്കുക. എനിക്ക് തേക്ക് വേണം, പ്ലാവ് വേണം എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റസ് സിമ്പിളാണ്. അപ്പോൾ അയാൾ ചെയ്തു പോയി കഴിഞ്ഞാൽ മോശമായി പോകുമെന്നുള്ളൂ. അപ്പോൾ ഒരു എക്കണോമിക് വീട് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് വീട് എന്ന് പറയുന്നത് തന്നെ അയക്കാൻ എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അവരോട് അപ്പോൾ അവരോട് പറയും നിങ്ങൾ എക്കണോമിക് വീട്ടിലാണെങ്കിൽ താമസിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ലോ ബഡ്ജറ്റ് വീട് എന്ന് പറയുമ്പോൾ തന്നെ അയാൾ സ്റ്റാറ്റസ് സിമ്പിൾ ആയി. അങ്ങനെ ഒരു സമൂഹത്തിൽ തരംതിരിവ്. അപ്പോൾ അതുകൊണ്ടാണ് മലയാളിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സമയത്ത് മുഷിക്കുന്നത്. അതുകൊണ്ടാണ് ചെറുത് പോകുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ഏറ്റവും സ്വാധീനിക്കുന്ന ഗൾഫ് മലയാളികളാണ്, പ്രവാസികൾ. അവർ ഇപ്പോൾ ഒരു സാമ്പത്തിക ക്രൈസിസിലാണ്. ഗൾഫിൽ നിന്നുള്ള വരുമാനം പൊതുവേ കുറഞ്ഞിട്ടുണ്ട്. അത് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ടോ? പൊതുവേ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് ബാധിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഈ പല സെഗ്മെൻറ്റിലും ഞങ്ങൾക്കുണ്ട് പ്രൊഡക്റ്റ്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ റീറ്റെയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, കൊമേഴ്സ്യൽ സ്പേസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ റെസിഡൻഷ്യൽ ചെയ്യുന്നുണ്ട്, വില്ല ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനവും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഞങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റിയത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും. എനിക്കൊന്ന് ഹൈലൈറ്റ് ബിൽഡേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ ഡിമോണറ്റൈസേഷൻ്റെ കാലത്ത് പോലും ആ ഒരു ക്രൈസിസിൽ പെട്ടുപോകാതെ നിന്നത്.
താങ്ക് ഗോഡ്. അല്ലാതെ അതിൻ്റെയൊക്കെ ഒരു എന്താണ് അതിൻ്റെ ഒരു മാനേജ്മെന്റ് ലൈൻ എന്താണ് അതിൻ്റെ? ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ വീട് മാത്രമല്ല, അതായത് അപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ഞങ്ങൾ വില്ലാസ് ഉണ്ട്, കൊമേഴ്സ്യൽ സ്പേസ്, റീറ്റെയിൽ സ്പേസ്, അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പല ഓപ്ഷൻസും ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഗൾഫിൽ ഇത്രയും പ്രതിസന്ധി വന്നപ്പോൾ എല്ലാ ആൾക്കാരും ആലോചിച്ചു എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഉള്ളത്. ഇത് കേരളത്തിൽ വേറെ ഒരു കമ്പനിയുടെ അടുത്തും ഒരു ബിൽഡർ അടുത്തും ഇല്ല ഈ പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ശരിക്കും ഏറ്റവും റെക്കോർഡ് സെയിലാണ് ശരിക്കും. അതുപോലെ തന്നെ ഓരോ പ്രൊജക്ട് തുടങ്ങുമ്പോഴും എല്ലാം വളരെ ന്യൂ ഡിസൈൻസിലാണ് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ഡിഫറെൻ്റ്. ഞങ്ങൾ ഹൈലൈറ്റ് എപ്പോഴും ഡിഫറെൻറ്റ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. പല സാധനവും ഞങ്ങളാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ്. ഇപ്പോൾ റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞ കോൺക്രീറ്റ് കോൺസെപ്റ്റ് ഞങ്ങൾ ഒരു 15 വർഷം മുന്നേ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത. അന്ന് കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഇതായിരുന്നു. ഇന്നിപ്പോൾ ഒരുപാട് 10-50 കമ്പനീസ് ഉണ്ട്. കേരളത്തിൽ ആദ്യത്തെ മോള് ഞങ്ങളാണ് ചെയ്തത്. കേരളത്തിൽ ആദ്യത്തെ ഒരു മിക്സ്ഡ് യൂസ് ഡെവലപ്മെൻറ്റ്, ഈ കാണുന്ന മിക്സ്ഡ് യൂസ് ഡെവലപ്മെൻറ്റ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്തത്. കേരളത്തിൽ ആദ്യത്തെ IBS സ്കൂൾ, നേരത്തെ പറഞ്ഞ ക്ലബ്ബ്, അതേപോലെ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിലാവുമ്പോൾ ഒരു ടവർ മാത്രം ഉണ്ടായിരുന്ന അപ്പാർട്ട്മെൻറ്റ് കോൺസെപ്റ്റ് മാറി ഞങ്ങളൊരു കമ്മ്യൂണിറ്റി വലിയ ഒരു ഫിഗറിലേക്ക് മാറി 272 അപ്പാർട്ട്മെൻറ്റ് ആദ്യമായിട്ട് ഞങ്ങളാണ് ചെയ്തത്. എല്ലാത്തിലും ഒരു പുതുമ വേണമെന്നുള്ള എപ്പോഴും ഒരു പുതുമ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ആൾക്കാരെ ആകർഷിക്കാൻ കഴിയും. കേരളത്തിലെ ആദ്യത്തെ ഒരു ഷോപ്പിംഗ് മോൾ എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് വന്നത് ശരിക്കും? നമ്മളിപ്പോൾ പുറത്തുള്ള വിദേശ കൺട്രീസിലേക്ക് പോകുമ്പം അവിടെയുള്ള ഓരോ എന്താ പറയുക പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇല്ലാത്ത കാണാൻ പറ്റും. ഇപ്പം ഷോപ്പിംഗ് ആണെങ്കിലും പല കാര്യങ്ങളും നമുക്ക് അവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലില്ല. എന്തുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ള ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ടാണ്. കാര്യം വെച്ചാൽ എല്ലാ സാഹചര്യവും നമുക്കുണ്ട്. നമുക്കിവിടെ പൈസ ഇല്ലാത്ത പ്രശ്നമില്ല, എല്ലാ സാഹചര്യവും. പക്ഷേ ആ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു വിഷമമുണ്ട്. ശരിക്കും ആ വിഷമത്തിൽ നിന്നാണ് ശരിക്കും ഓരോ സാധനങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട് അല്ലേ? യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുന്നത് ചെയ്യുന്ന ടെൻഷൻ കൂട്ടുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മളവിടെ പോയി കാണുമ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്തുകൂടാന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, അത് പറഞ്ഞ മനസ്സിലാവും എനിക്കറിയില്ല, എനിക്ക് മാത്രം അനുഭവിക്കുന്ന പ്രശ്നമാണെന്ന് അറിയില്ല. പക്ഷേ അത് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കുക. ആദ്യമായിട്ട് ഫോക്കസ് മോൾ അല്ലേ കേരളത്തിലെ ആദ്യത്തെ മോളാണ് ഫോക്കസ് മോൾ ഞങ്ങൾ ചെയ്തത്. അന്നേരം ആദ്യത്തെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു തുടങ്ങിയപ്പോൾ? സ്വാഭാവികം ഞാൻ ചെയ്ത എല്ലാ പ്രോജക്റ്റും എല്ലാ ആൾക്കാരും ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല. ഈവൻ എൻ്റെ വീട്ടിൽ നിന്ന് പോലും സപ്പോർട്ട് ചെയ്യാറില്ല. എന്നുവെച്ചാൽ നടക്കൂല, ഒരിക്കലും കേരളത്തിൽ മോൾ നടക്കൂല, നിങ്ങൾക്ക് എന്ത് വിട്ടിട്ടാ ചെയ്യുന്നത്, കേരളത്തിൽ ആരാ ഷോപ്പിംഗ് മാളിൽ പോവുക, അങ്ങനെ ഒരുപാട് എതിർപ്പ് മാത്രമുണ്ട്. പക്ഷേ വൺസ് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇത് ഭയങ്കര സംഭവം ചെയ്തു, നല്ല ഐഡിയ ആണ്. പക്ഷേ ഇപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്നു എന്നുള്ള ഒരു വലിയ ഇതാണല്ലേ ഈ പല ഷോപ്പുകളിൽ അലഞ്ഞു കിടക്കേണ്ട. അതെ അത് കേരളത്തിൽ നമ്മൾ ഷോപ്പിംഗ് മാൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അനുഭവിച്ച പ്രശ്നം വെച്ചാൽ ആൾക്കാരുടെ മനസ്സിൽ ഷോപ്പിംഗ് മാളിൽ വില കൂടുതലാണെന്നുള്ള ഉണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങൾക്ക് പറ്റൂ, അത് വലിയ പൈസക്കാർക്ക് മാത്രമാണ്, അവിടെ പറ്റിക്കൂ എന്നുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വില അപ്പോൾ ഒരു ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 2000 എഴുതി വെച്ചിട്ട് പിന്നെ പകുതി ആക്കി വെറുതെ പറയാണോ എന്നുള്ള ഒരു അത് മാറി ആൾക്കാർക്ക്. ഈ മോളുകൾക്ക് പക്ഷേ ഭയങ്കര മത്സരം ഇപ്പം കൂടി വരികയല്ലേ ഒരുപാട് പലയിടത്തും. സ്വാഭാവികമായിട്ട് എല്ലാ ഫീൽഡിലുള്ള പോലെ തന്നെ മോളിലും മത്സരം കൂടും. അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റും. അത് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന വെച്ചാൽ മോളിന് വേണ്ട പല ക്രൈറ്റീരിയ ഉണ്ടാവും, പല ചേരുവകൾ ഉണ്ടാവല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു സക്സസ് ആണ്. അതിൻ്റെ മിക്സ്, ഡിസൈൻ, ആൾക്കാർ എന്താ പറയുക, പെനിട്രേഷൻ, എങ്ങനെ എൽമോട് കയറി എങ്ങനെ ഇറങ്ങുക, ആ സാധനം അതൊക്കെ കറക്റ്റ് ചെയ്താലാണ് അതിൻ്റെ സക്സസ് ആണ് സംഭവം. അപ്പോൾ തിയേറ്ററുകൾ ഒരുപാട് മോളിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. തിയേറ്ററിൻ്റെ ഒരു കാലഘട്ടം വരികയാണ്. ഇപ്പം എനിക്ക് കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം നമ്മൾ സിനിമ ഇല്ലാതെ ഇപ്പോൾ ലാസ്റ്റ് 2-3 വർഷം നോക്കുകയാണെങ്കിൽ സിനിമയിലേക്ക് തിരിച്ചു മൾട്ടിപ്ലക്സ് വരുന്നതോടുകൂടി ആൾക്കാർ ആ സിനിമ കാണാൻ പോകുന്ന ഒരു ഹാബിറ്റ് കൂടി വരുന്നുണ്ട്. കാരണം വെച്ചാൽ പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇരുന്ന് കാണാൻ പറ്റില്ല, ആൾക്കാർ കാലെടുത്ത് മേലെ വെക്കുന്ന മാറിയിട്ട് മൾട്ടിപ്ലക്സ് കൊണ്ട് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയല്ലോ. അപ്പോൾ തിയേറ്ററിൽ മോളിൽ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ സിനിമയും കാണാം, നമുക്കുള്ള സാധനവും വാങ്ങാം, അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു കോൺസെപ്റ്റാണ് വിജയിച്ചതെന്ന് തോന്നുന്നു അല്ലേ? അതെ തീർച്ചയായും. അപ്പം നമ്മൾ ഈ പ്രവാസികളുടെ കാര്യം പറഞ്ഞു, ഗൾഫിലെ ഒരു ഇത്. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് ബിസിനസ് തുടങ്ങി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നൊരു നമ്മളെല്ലാവരും വായിച്ച് വളരെ ദുഃഖിക്കുന്ന ഒരു സംഭവമാണ് ആന്തൂരിൽ. അവിടെ ഒരു പ്രവാസി വ്യവസായി വന്നിട്ടൊരു ബിൽഡിംഗ്, ഒരു കൺവെൻഷൻ സെൻറ്റർ, അതിന് ലൈസൻസിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ശരിക്കും ഗവൺമെൻറ്റിൽ നിന്ന് കുറേ കൂടെ ഒരു പിന്തുണ ഇത്തരം വ്യവസായ സംരംഭകർക്ക് വേണ്ടതല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ ഓഫീസേഴ്സിനും എല്ലാം ഞാൻ കുറ്റം പറയാം. നമ്മൾ ഒരു മലയാളിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം, മൈൻഡ് സെറ്റ്. അപ്പോൾ അതായത് ഒരു ഗവൺമെൻറ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഓഫീസർ പെട്ടെന്ന് പ്ലാൻ പാസ്സാക്കി കൊടുത്താൽ മലയാളി പറയും, അല്ലെങ്കിൽ നിങ്ങളെ ചാനലുകാർ പറയും അയാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് പിറ്റേന്ന് പ്ലാൻ കിട്ടി, അപ്പോൾ അതിലെന്തോ അഴിമതി നടന്നെന്ന് പറയും.
അപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചു പറയും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ മലയാളിയുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്താലും എതിർക്കുക എന്നുള്ളതാണല്ലോ ഒരു പെട്ടെന്ന് സഹായിച്ച സ്വാധീനത്തിന്റെ ചെയ്തു പറയും. അപ്പോൾ വ്യവസായം സഹായിച്ചില്ലെങ്കിൽ അഴിമതിയാണ്. സഹായിച്ച് പിറ്റേന്ന് പ്ലാൻ കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും എന്താ പറയുക, അയാൾ വന്ന് ഗൾഫിൽ നിന്ന് കൊടുത്ത് അയാൾ സ്വാധീനമുള്ള ആളാണ്, പാവപ്പെട്ട ഒരാൾക്ക് വീടിന് പൈസ കൊടുത്തിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ള തിരിച്ചു പറയും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്തിനും എതിർക്കുക എന്നുള്ള ഒരു താങ്കളുടെ സ്ഥാപനം തന്നെ ഇത്തരം പല കാര്യങ്ങൾക്കും സർക്കാരിന്റെ പിന്തുണ തേടുന്ന ഒരു കൂട്ടത്തിലാണ്. എങ്ങനെയാണ് പൊതുവെ ഒരു സമീപനം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും ഉണ്ടാവുന്ന അനുഭവം പോലെ എനിക്കും അനുഭവമുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവിക ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഞാനതിന് പോസിറ്റീവായി കാണുക. വെച്ചാൽ നമുക്ക് ഒരു കോമ്പറ്റീഷൻ പുറത്തുനിന്ന് വലിയൊരു ഒരു ബിഗ് ജയന്റ് വന്നിട്ട് നമ്മളെ കൊല്ലൂല. ആരും ഇവിടെ വരില്ലല്ലോ കേരളത്തിൽ. ഇത്രയും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാരെ നിക്ഷേപിക്കാൻ പോസിറ്റീവായി കാണാൻ പറ്റുമെന്ന് നോക്കാം. ആൾക്കാരെ നിക്ഷേപിക്കാൻ തന്നെ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പോലത്തെ ആൾക്കൊക്കെ അവസരമുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് ശരിക്കും ഒരു നിക്ഷേപമായിട്ട് കാണാവുന്നതാണോ? തീർച്ചയായും. ഞാനിപ്പോൾ ഒരു 12 വർഷം മുന്നേ വിറ്റ ഫ്ലാറ്റ് 875 റുപ്പീസിനായിരുന്നു നമ്മൾ വിറ്റുന്നത്. 875 റുപ്യ പെർ സ്ക്വയർ ഫീറ്റ്. ഇന്ന് ഞങ്ങൾ വിൽക്കുന്ന 6500 റുപ്യക്കാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങി ഒരു 10 വർഷം കഴിഞ്ഞ് അയാൾ വിൽക്കുമ്പോൾ റീസെയിൽ വാല്യൂ, അതായത് ഞാൻ പറഞ്ഞു 875 റുപ്യക്ക് വാങ്ങി ഇന്ന് 6500 എന്നാണ് വിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഏകദേശം ഒരു 8 ഇരട്ടി കൂടിയില്ലേ ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട്. അന്നേരം സ്വർണ്ണം മാത്രമല്ല നിക്ഷേപം, റിയൽ എസ്റ്റേറ്റ്. തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 3 ടൈംസ് ഒക്കെ അപ്രീസിയേഷൻ കിട്ടാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് വസ്തുവിൻ്റെ എല്ലാം വില വളരെയധികം കൂടിക്കൊണ്ടിരിക്കും. കേരളത്തിൽ ലാൻഡ് കുറവാണ്. പിന്നെ ഓരോ ദിവസവും കോസ്റ്റ് കൂടി മെറ്റീരിയൽസിൻ്റെ ആണെങ്കിലും ലേബറാണെങ്കിലും എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്ത് വരുമ്പോഴും എന്താ പറയുക, കൂടുതൽ കുറയാനുള്ള ഒരു സാധനം കാണുന്നില്ല. മെറ്റീരിയൽസ് കുറയില്ല ഒരിക്കലും. കാരണം വെച്ചാൽ ഇത്രയും റെസ്ട്രിക്ഷൻ വരുന്നതോടുകൂടി അതിൻ്റെ വില കൂടി വരും. അല്ല, ഇപ്പം നിർമ്മാണ സാമഗ്രിയുടെ എല്ലാം വില കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഓരോ വർഷം കൂടിക്കൊണ്ട് എത്രത്തോളം റെസ്ട്രിക്ഷൻ വരുന്നോ അത്രത്തോളം വില കൂടും. അതാണ് ഇതിൻ്റെ ഒരു ലോജിക്. നമ്മൾ നിബന്ധനകളെ കുറിച്ച് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി വന്നിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ്? അത് ഗുണകരമാണ്? വളരെ ഗുണമുള്ള കാര്യങ്ങൾ. കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ പോയി പെട്ട് പോകുമ്പോഴാണ് അയാൾ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതിരിക്കുക. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയുന്നത് പല ബിൽഡറും കൂടി പൊട്ടി പോകുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം തന്നെ അറിയത് പൊട്ടി പോകുന്നുണ്ട്. ആപ്പിൾ അറിയാലോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ പരസ്യം 7 ലക്ഷം രൂപയ്ക്ക് ഒരു ഓൾട്ടോ കാറും ഒരു ഫ്ലാറ്റുമാണ്. പ്രായോഗികമില്ലാത്ത സാധനമാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആദ്യം ആലോചിക്കണ്ടേ? മലയാളം കഴിയാത്ത വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ അറിയാം നമുക്ക് കൊടുക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ അതിൽ പോയി പെട്ട ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ ഇനി പെടുവില്ലല്ലോ ഇങ്ങനെ റൂളൊക്കെ ഉണ്ടാകുമ്പോൾ. ഇവർ ഈ അതോറിറ്റി വന്നുകൊണ്ട് ബിൽഡേഴ്സിന് എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാകും? ബിൽഡേഴ്സിന് ബുദ്ധിമുട്ടാണെങ്കിൽ ശരി, ലോങ് ടേമിൽ സീരിയസ് ആയ ബിൽഡേഴ്സിനൊക്കെ നന്നായിരിക്കും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കുഴപ്പമില്ല. മറിച്ച് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ ഫയർ ആൻഡ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിക്കുന്ന അങ്ങനെയുള്ള പ്രശ്നമുണ്ടോ? അതൊക്കെ ഒരു സമയത്ത് ഓരോ ഓഫീസേഴ്സ് മാറി വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ചെയ്യും. ഒരു ഓഫീസ് വരുമ്പോൾ അയാൾ കുറേ നിയമങ്ങൾ കൊണ്ടുവരും, അടുത്തുള്ള വരുമ്പോൾ വേറെ ആ ഒരു സാധനം എന്തായാലും പ്രശ്നം ഉണ്ടാവും. ബ്യൂറോക്രസിയുടെ ഒരു ഇതിലൊന്നും വലിയ മാറ്റമൊന്നും ബ്യൂറോക്രസി അല്ല, എന്താ പറയുക, ഉദ്യോഗസ്ഥതലത്തിൽ ഉറപ്പല്ല. ബ്യൂറോക്രസിൻ്റെ ഇതിനനുസരിച്ച് മാറും സ്വാഭാവികമായിട്ട് കുറച്ച്. ഇപ്പോൾ ഈ ഹഗ്ഗേ മഗ്ഗിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ അതുപോലെ എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ 2 അപ്പാർട്ട്മെൻറ്റ് ടവറാണ് ഇപ്പോൾ ഡിഫറെൻ്റായി ചെയ്യാൻ പോകും. നെക്സ്റ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്യും, ഈ ഡിസംബറിൽ ലോഞ്ച് ചെയ്യും. അതിൽ ഒരു ടവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഞാൻ കാർ ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഒരു ഫ്ലാറ്റിൻ്റെ മുന്നിൽ പോയി പാർക്ക് ചെയ്യാൻ പറ്റും. ഏത് നിലയിലാണെങ്കിലും അപ്പോൾ 23 ഫ്ലോറിലെ ബിൽഡിംഗ് ആണ്. 23 ഫ്ലോറിലും നമുക്ക് കാർ ഡ്രൈവ് ചെയ്ത് പോയിട്ട് വീടിന് മുന്നിൽ കൂടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു നിലയിൽ എത്ര ബിൽഡിംഗ് ആണ്? ഒരു നിലയിൽ 4 ഒരു സൈഡിലും 4. അങ്ങനെ 8 ഫ്ലാറ്റുള്ള 160 ഫ്ലാറ്റുള്ള ഒരു ടവർ. ആ ടവറിൽ എല്ലാ ഫ്ലാറ്റിലും നമുക്ക് കാർ ഡ്രൈവ് ചെയ്ത് തരാം. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് കോൺസെപ്റ്റ്. കാരണം വെച്ചാൽ സ്കൈ വില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുള്ളൂ സാധനം, റിയൽ സ്കൈ വില്ല തന്നെ. നമ്മൾ ആകാശത്ത് വില്ല ഉണ്ടാക്കുക. അത് കോഴിക്കോട് തന്നെയാണ്. അത് കോഴിക്കോട് തന്നെ. അത് വേൾഡിൽ ആദ്യമായിട്ട് ചെയ്യുന്നു. വേൾഡിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു മോഡൽ എങ്ങനെ, അത് ആ ഒരു പ്ലാൻ എങ്ങനെ വന്നത്? ഞങ്ങളിപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ടവർ ചെയ്യുന്ന കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നു. ലക്ഷറി വേണം അതൊക്കെ. ലക്ഷറിൻ്റെ മാത്രമാണ് ഇനി എല്ലാവർക്കും ഫ്ലാറ്റിലായിപ്പോൾ ഒരു ഫ്ലാറ്റൊക്കെ ആയി. ഇനി അടുത്ത ലെവൽ ആലോചിക്കുമ്പോൾ വേറെ ഡിഫറെൻ്റ് ആയിട്ട് വേണം. ഇപ്പം ദുബായ് നോക്കുകയാണെങ്കിൽ ബുർജ് ഖലീഫ ഉണ്ടാക്കിയപ്പം ആൾക്കാർക്ക് അതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ എവിടെ താമസിക്കുന്നു വെച്ചാൽ ബുർജ് ഖലീഫിൽ താമസിക്കുന്നു. ആ ഒരു ഐഡൻറ്റിറ്റിക്കാണല്ലോ ശരിക്കും ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കണം കുറേ ആലോചിച്ചു. ഇപ്പം ഇവിടെ ടോൾ ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര പ്രാക്ടിക്കൽ അല്ല. ടോൾ എന്ന് പറഞ്ഞാൽ 100 ഫ്ലോറിംഗ് ഉണ്ടാക്കണം. അപ്പം അങ്ങനെ കുറേ ആലോചിച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വന്നപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതിനെല്ലാം ഒരു ഡിസൈനിങ് ടീമുണ്ട്. ഡിസൈൻ പുറത്ത് താങ്കളുടെ മനസ്സിൽ വരുന്ന ആശയം, നമ്മൾ വരുന്ന ആശയം ശരിക്കും ആർക്കിടെക്റ്റിന് കൊടുത്ത് ഡെവലപ്പ് ചെയ്യുക സാർ. ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ നേരത്തെ മോളുകൾ നഗരസഭയിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും മറ്റ് ജില്ലകളിൽ ഇപ്പം എനിക്ക് തോന്നുന്നു കൊച്ചിയിലും തൃശ്ശൂരും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നല്ലേ ഫ്ലാറ്റ് ഹൈലൈറ്റിൻ്റെ? അതെ, കൊച്ചിയിലും. മറ്റ് തലസ്ഥാനം ഉൾപ്പെടെ തിരുവനന്തപുരം ഉൾപ്പെടെ ഒന്നും വരാൻ പരിപാടിയില്ലേ? കുറച്ച് കഴിയട്ടെ. അതിനിപ്പോൾ വെരി ഇമ്മീഡിയറ്റ് വേണ്ടിയിട്ട് ചെയ്യില്ല. ബാക്കി ഈ മോള് ഞങ്ങൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്.
എല്ലായിടത്തും തിരുവനന്തപുരത്തും ഉണ്ടാവും. തിരുവനന്തപുരത്തും ചെറിയ ചെറിയ സിറ്റീസിൽ ആദ്യമായിരിക്കും. അതായത് ലുലുവിൻ്റെ വലിയ മോൾ വരുന്നോട് ഇനി അവിടെ സ്കോപ്പില്ല. പക്ഷേ ചെറിയ ചെറിയ സിറ്റീസ് ഉണ്ടാവില്ല, കൊല്ലം, ആലപ്പുഴ, അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ സ്ഥലത്തും ബാക്കി കുറേ സ്ഥലത്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മറ്റ് ഇപ്പോഴത്തെ പൊതുവായിട്ടുള്ള കേരളത്തിലെ ഒരു വ്യവസായ രംഗം, ഇപ്പോൾ ഈ പുതിയ ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ് 3 വർഷം പിന്നിട്ടു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു ബില്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കേരളത്തിലൊരു നിക്ഷേപ സൗഹൃദ വ്യവസായ അന്തരീക്ഷം ഉണ്ടോ? അതായത് ഈ ഗവൺമെൻറ് വന്നപ്പോഴുള്ള ഒരു സൈഡിൽ നിന്ന് കംപ്ലീറ്റ് മാറിയിട്ടാണ് ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് കഴിഞ്ഞ ഒരു 6 മാസം നോക്കുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ഗവൺമെൻറ് പുതിയ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു ഇംപ്ലിമെൻറ്റ് സ്റ്റേജിലേക്ക് എത്തുന്നുള്ളൂ. അത് ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ എത്രത്തോളം പ്രാക്ടിക്കൽ ലൈസൻസ് കൊടുക്കുന്ന അത് ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. ഇതുവരെ നമ്മൾ പെട്ടെന്ന് ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയാറ്. പെട്ടെന്ന് ലൈസൻസ് കൊടുത്തുള്ളൊരു കംപ്ലൈൻറ്റ് പോലെ ഉദ്യോഗസ്ഥൻ്റെ മേൽ പറയാറ്. ഇനി കൊടുക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക. ഇതിൻ്റെ റിസൾട്ട് ഇറങ്ങി എന്തായാലും ഒരു 6 മാസമെങ്കിലും കഴിയേണ്ടി വരും. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും. ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡർ എന്നുള്ള നിലയിൽ ഈ രംഗത്തേക്ക് വരാൻ പോകുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന പോലെ വെറുതെ ഒരു ഇതിലേക്ക് ഇറങ്ങി വരരുതെന്ന് പറയാനുള്ളത്. ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് എക്സ്പെക്റ്റേഷനുള്ള ആൾക്കാർ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. ഒരുപാട് എന്താ പറയുക, പെട്ടെന്ന് പണം മാറിക്കൊണ്ട് പോകാൻ പറ്റുന്ന, പെട്ടെന്ന് പണം മാറാവുന്ന ഒരിക്കലും നമ്മൾ എടുക്കുന്ന ഇപ്പോൾ എക്സാമ്പിൾ ഞങ്ങൾ ഈ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന 2 പ്രോഡക്റ്റിൻ്റെ 2 ടവറിൻ്റെ കോസ്റ്റ് 2000 crore ആണ്. അപ്പോൾ 2000 crore എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടാവില്ല. അത് ആൾക്കാരോട് വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് എടുക്കാൻ പോകുന്നത്. ഒരു ഫ്ലാറ്റ് വിറ്റ് കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് തീർക്കുന്നവരെ നമ്മൾ ശരിക്കും ഉറക്കമല്ല, ശരിക്കും പറഞ്ഞാൽ ലാഭം കിട്ടുന്ന ലാസ്റ്റാണ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുവരെ നിന്ന് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ധൈര്യം, ഒരു ഡിസയർ ഉണ്ടെങ്കിൽ ആൾക്ക് മാത്രം ഇതിൽ ഇറങ്ങാൻ പറ്റും. ഇറങ്ങാന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ആണ്. ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നതിലാണോ ആഹ്ലാദം, അതോ അത് പൂർത്തിയാക്കുമ്പോഴാണോ ആഹ്ലാദം? ഈ അനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രത്യേകത വെച്ചാൽ നമ്മളത് കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ ഒരു ടവറായാലും എല്ലാ ഈച്ച് ആൻഡ് എവറി കോർണർ എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത് 100% അത് ക്ലിയർ ആയിട്ട് വിഷയമുണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിൾ ആണെങ്കിൽ ടൈലിട്ടതും അതിൻ്റെ പെയിൻ്റ് അടിച്ചൊക്കെ ക്ലിയർ ആണ് 100%. പക്ഷെ പ്രാക്ടിക്കൽ എത്തുമ്പോൾ ചിലപ്പോൾ ആ ടൈൽ പൊട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ അവിടെ പെയിൻ്റ് അടിച്ച് ശരിയുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറ്റേതാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. ഡ്രീം ചെയ്യുമ്പോഴാണ് ഏറ്റവും ഭംഗി. പൂർത്തിയാക്കി ആൾക്കാരത് വാങ്ങിച്ച് സന്തോഷത്തോടെ ബാക്കി എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റ് പോകുമ്പോൾ ഒരുപാട് ന്യൂനതകൾ കാണാൻ പറ്റും. എൻ്റെ മനസ്സിലുള്ള ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച സാധനത്തിന് മുകളിലെ ചെറിയ ചെറിയ ചേഞ്ചസ്. ഞാൻ ഇവൻ പറഞ്ഞില്ലേ, പെയിന്റ് അടിച്ച് നന്നായിട്ടില്ലെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഇറിറ്റേറ്റ് ചെയ്യും. നേരെ മറിച്ച് തിരിച്ച് ഡ്രീം ചെയ്യുന്ന സമയത്തൊക്കെ ക്ലീൻ ആണോ? ഒരു ബിൽഡർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? ഈ ബിൽഡർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് സെല്ലിങ് ബിസിനസ്സാണ്. ശരിക്കും ഒരു കോൺസെപ്റ്റാണ് നോക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ 2025 നിങ്ങൾക്ക് അവിടെ കാർ ഡ്രൈവ് ചെയ്ത് പോയി 23ാമത്തെ ഫ്ലോറിൽ കാർ പാർക്ക് ചെയ്യുക, എന്നിട്ട് അങ്ങനത്തെ ഫ്ലാറ്റ് ഉണ്ടാവും, നിങ്ങളിപ്പോൾ പൈസ തരുന്നുണ്ട്, പൈസ വാങ്ങാം. ഇപ്പോൾ ഞാൻ ഒരു 5 കോടി രൂപ തരും, ഞാൻ 2025 ഇങ്ങനത്തെ കാർ ഉണ്ടാക്കി തരുന്ന പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റാണ് വെക്കുന്നത്. ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ വെറും പേപ്പറാണ് അല്ലെങ്കിൽ ലാൻഡാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്രെഡിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്ത് പോയാലും നമ്മൾ ആ ക്രെഡിബിലിറ്റി ശരിക്കും കളയാൻ പാടില്ല. ഒരുപാട് പ്രശ്നമുണ്ടാവും, നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. ആ പ്രതിസന്ധിയിലൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറെ കൂടെ നിന്ന് ചെയ്യാന്നുള്ളത് ചെറിയ ചാലഞ്ചൊന്നുമല്ല, വലിയ ചാലഞ്ച്. കസ്റ്റമേഴ്സ് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും അവർക്ക് റൈറ്റ് ഉണ്ടല്ലോ. എന്താണ് ഒരു ടെൻഷൻ റിലീസ് ചെയ്യുന്നതിനുള്ള താങ്കളുടെ ഒരു സന്തോഷം അല്ലെ വിനോദം എന്നൊക്കെ പറഞ്ഞു? എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ സൈറ്റിൽ പോയി നിൽക്കുക എന്നുള്ള ശരിക്കും ഏറ്റവും വലിയ സന്തോഷം. കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തും നമ്മൾ പ്രോജക്റ്റ് വരുന്ന സ്ഥലത്തും നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എനിക്ക് വേറെ എവിടെ പോയും കിട്ടില്ല. അവിടെ പോയി നിൽക്കും തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ സൈറ്റിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്. അപ്പോൾ ഒരു ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വെക്കേഷൻ ഡേയിലൊക്കെ ശരിക്കും ഞാൻ ചിലപ്പോൾ ഇവിടെ തന്നെ ആയിട്ടുണ്ടാവും, ഈ സൈറ്റിലേക്ക് ആയിരിക്കും. ഭയങ്കര രസമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഭാഗ്യന്മാർ ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. കാരണം വെച്ചാൽ അവർ ചെയ്യുന്ന സാധനങ്ങൾ കാണാമല്ലോ. ഇപ്പം നാളെ കണക്ക് ഇത് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാം. അപ്പോൾ ഡോക്ടർക്ക് ഒരിക്കലും ഞാൻ സർജറി ചെയ്തെന്ന് പറയാൻ പറ്റില്ല.
എപ്പോഴും ആ ഒരു IT ഓഫീസർ ഒരിക്കലും പറയില്ലല്ലോ. നമ്മുടെ ഒരു കുഞ്ഞാണെന്നുള്ള ഒരു തോന്നൽ ആ കെട്ടിടം ഇതിൽ കാണുമ്പോൾ പാസ് ചെയ്ത് പോകുമ്പോൾ ആൾക്കാർ പറയുമോ ഇങ്ങനെ പറയുമല്ലോ. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യന്മാരെ പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും. ഈ രംഗത്ത് കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടോ ഇങ്ങോട്ട് കുടുംബത്തിലുള്ളവർ ഇതിൽ വർക്ക് ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ എല്ലാ കീ പോസ്റ്റിലും നെക്സ്റ്റ് ജനറേഷൻ ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ എൻ്റെ ജ്യേഷ്ഠ മക്കളും അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള കുറേ 9 പേര് പിന്നെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എല്ലാ കീ പോസ്റ്റിലും സെറ്റ് ചെയ്തിട്ട് എനിക്ക് നാളെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലും ഈ ആൾക്കാരെ ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആകാൻ പാടില്ല. എന്നുവെച്ചാൽ അവർ സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം കൊണ്ട് കംപ്ലീറ്റ് ആൾക്കാരെ ഞാൻ അവരുടെ കീ പോസ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. താങ്കളുടെ ഡയറക്റ്റ് ഫാമിലി വൈഫ് ബേസിക്കലി എഞ്ചിനീയറാണ്. പക്ഷേ നഷിത ഇതിൽ ഇൻവോൾവ് ആണ്, ഡയറക്ടറാണ്. പക്ഷേ എനിക്ക് നാട്ടിൽ സ്കൂളുണ്ട്. അപ്പോൾ അവരുടെ ആ സ്കൂളിലാണ് കുറച്ചുകൂടി അവളാണ് അത് നോക്കുന്നത്. മക്കൾ ഒരാൾ ഡിഗ്രി പഠിക്കുകയാണ്. പേരെന്തോ? അജിൽ മുഹമ്മദ്. സിംഗപ്പൂരാണ് പഠിക്കുന്നത്. ഒരു 2 പെൺകുട്ടികളെ പിന്നുള്ളത്. ഒരാൾ 11th ഒരാൾ 9th. നിമ സുലൈമാൻ, നേഗ സുലൈമാൻ. മകൻ ഈ ബിസിനസ്സിലേക്ക് വരുമെന്നോ? തീർച്ചയായിട്ടും. അവന് ഭയങ്കര അങ്ങനെയാണ് ഞാൻ അവനെ എന്താ മോട്ടിവേറ്റ് ചെയ്ത് ബിസിനസ്സൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുന്നേ എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 വർഷം മുന്നേ എടുക്കുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. 20 വർഷമൊക്കെ എടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ MES അങ്ങനത്തെ കുറേ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഈ ഇതിൽ സ്കൂൾ കുറേ കൊണ്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ അന്ന് ഭയങ്കര മാറ്റമായിരുന്നു. സാധാരണ ഗവൺമെൻറ് സ്കൂൾ മാറിയിട്ട് ഒരു പ്രൈവറ്റ് സ്കൂൾ വരിക, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുക. ഒരു ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കി കേരളത്തിൽ. ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ന് കാണുന്ന കേരളം ഉണ്ടാക്കിയ ശരിക്കും അന്നത്തെ ആൾക്കാരെ വിഷണിക്കും. NSS ആണെങ്കിലും അങ്ങനെ കുറേ ആൾക്കാർ. പക്ഷേ കഴിഞ്ഞൊരു 20 കൊല്ലം എടുത്തു കഴിഞ്ഞ് ഇപ്പം നോക്കുമ്പോൾ ഒരാളും അതിന് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടില്ല. അതേ സ്റ്റാൻഡേർഡ് ഒരാൾ പോലും നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അതിന് റിസ്ക് ആലോചിച്ചിട്ടായിരിക്കും. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളൊരു ഒരു ഹമ്പിൾ ബിഗിനിങ് ചെയ്യാന്ന് ചോദിച്ചാൽ. ആദ്യത്തെ സ്കൂൾ അതായിരുന്നു. ഞങ്ങൾക്ക് ഇതേപോലത്തെ CBSE സ്കൂളുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് IB സ്കൂളാണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടിന്യൂം IB സ്കൂളാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒരു പുതിയ സിലബസ് ശരിക്കും പറഞ്ഞാൽ പുറത്ത് വേൾഡിൽ ഭയങ്കര അക്സെപ്റ്റൻസ് ഉള്ള സിലബസ് ഉണ്ട്. ജനീവനിലുള്ള ഒരു സിലബസാണ്. അത് കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല. DP പ്രോഗ്രാം ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളും ഇവിടെ ഊട്ടി ഗുഡ് ഷെപ്പേർഡിലൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിൽ ആരും കണ്ടിന്യൂ, അതായത് KG മുതൽ 12th വരെയുള്ള ചെയ്യുന്ന ആരും ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ ഭയങ്കര കോസ്റ്റാണ്. ട്രെയിൻഡ് ടീച്ചേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ കോസ്റ്റ് ഭയങ്കരമാണ്. വൈറ്റ് സ്കൂൾ എന്ന് പറയുന്നത് ദി വൈ സ്കൂൾ ഇന്റർനാഷണൽ. അതെവിടെ? കോഴിക്കോട് 7 കിലോമീറ്റർ മാറിയിട്ട് പാലാഴി പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ. റെസ്പോൺസ് ഒക്കെ ഭയങ്കര നല്ല റെസ്പോൺസ് ആണ്. വെച്ചാൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്താൽ കുറച്ച് ഉണ്ടെങ്കിൽ പോലും പക്ഷെ പഠിക്കുന്ന കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. വെച്ചാൽ അത് സാധാരണ ഉള്ള ഒരു ടീച്ചിങ് മെത്തേഡിൽ നിന്ന് ഭയങ്കര മാറിയിട്ടുള്ളത്. കോൺസെപ്റ്റാണ് പഠിപ്പിക്കുന്നവർ. നല്ലൊരു തലമുറ അതാണ് എനിക്ക് തോന്നുന്ന ഒരു എഡ്യൂക്കേഷനാണ് ഒരു തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഗിഫ്റ്റ്. എൻ്റെ സൈഡിൽ നിന്ന് തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ ശരിക്കും കാണുന്നത്. അതിന് കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിട്ടുണ്ടാവും. 2, 3, 4, 5 വർഷം കഴിയുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് IB സ്കൂൾ വന്നിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടാവും. സ്കൂളിലെ ഒരു ഗ്രേഡ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. ശരി, അതാണ് എൻ്റെ ടാർഗറ്റ്. വേറെ ഐഡിയൽ സ്കൂൾ എന്ന് പറയുന്നത് CBSE സ്കൂളാണ്. ഐഡിയൽ സ്കൂൾ കാലിക്കറ്റിൽ തന്നെ. അത് എൻ്റെ വീടിൻ്റെ അടുത്താണ് ശരിക്കും, മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ശരി, അത് നല്ല രീതിയിൽ പോകുന്നത്. അത് CBSE ആണ്. ദി വൈ സ്കൂൾ എന്ന് പറഞ്ഞാൽ CBSE സ്കൂൾ. ഇത് വൈ സ്കൂൾ ഇന്റർനാഷണൽ എന്നാണ് ഞങ്ങൾ IB സ്കൂൾ. താങ്കൾ ഒരുപാട് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള, താങ്കളെ ആകർഷിച്ചിട്ടുള്ള വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ബിൽഡറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും റോൾ മോഡൽ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് കാണുന്ന നമുക്ക് ഓരോ ബിൽഡിങ്ങിന് ഒരിക്കലും നമുക്ക് അത് ആകർഷിച്ച് അതേമാതിരി കൊണ്ടുവരാൻ പറ്റില്ല. ഒരിക്കലും ഇപ്പോൾ ദുബായി പോയിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, നമുക്ക് ഒരിക്കലും അത് ഇവിടെ കോപ്പി ചെയ്യാൻ പറ്റും. കേരളത്തിൻ്റെ ഒരു നമുക്ക് കാണുന്ന അവിടെ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ചെയ്തതിൻ്റെ ഒരു സ്റ്റെപ്പ് ഇതെങ്ങനെയാണ് ടൈല് വിരിക്കുന്നത് അത് കോപ്പി അടിക്കാൻ പറ്റും. ചിലപ്പോൾ ചെറിയൊരു സാധനം ഒരു ബെഡ്റൂമിൽ ഒരു അല്ലാതെ ഒരു ഹോൾ പ്രോജക്റ്റ് നമുക്ക് ഒരിക്കലും കോപ്പി അടിച്ച് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ മലയാളികളുടെ ഒരു മൈൻഡ് ആ രീതിയിലുള്ളത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, നമുക്ക് അതിൽ നിന്നെല്ലാം കൂടെ ഒരു ഇൻസ്പയർ ചെയ്തിട്ട് വേറൊരു സാധനം ഉണ്ടാവുമായിരിക്കും. ആ ഒരു മോൾഡ് എടുത്തിട്ട് മാറ്റി ചെയ്തിട്ട് ഒരു സാധനം ചെയ്യും. പൊതുവെ ഒരു ഗ്രീൻ കോൺസെപ്റ്റ് ഇതിന് കൊടുക്കുന്നുണ്ടെന്ന് അല്ലേ? ഇപ്പം നമ്മളിരിക്കുന്ന മുറി തന്നെ ഇവിടെ എല്ലാം എന്തായാലും ലക്ഷറി എന്ന് പറയുമ്പോൾ ഗ്രീൻ ആണ്. ഇനി ഇപ്പം ഞങ്ങളിപ്പോൾ പുതിയ ചെയ്യുന്ന കണ്ടിട്ട് അവർ കംപ്ലീറ്റ് ഗ്രീൻ ആണ്. അപ്പം ഞങ്ങൾ എല്ലാ ഫ്ലോറിലും മരങ്ങൾ വെക്കുന്നുണ്ട്. എല്ലാ ഫ്ലോറും ഈ 23 ഫ്ലോറിലും എല്ലാ ഫ്ലോറും മരങ്ങൾ പ്ലാൻ ചെയ്യുന്നു. എന്തായാലും ഗ്രീൻ ആണ് ഇനിയുള്ള ലക്ഷറി. നമ്മളല്ലാതെ അല്ലാതെ നമ്മൾ ഗ്രാനൈറ്റും ഇറ്റാലിയൻ ഗ്രാനൈറ്റ് മാർബിളും എന്നല്ല ഇനിയുള്ള ലക്ഷറി എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി. അതിനാണ് തോന്നുന്നത് ആൾക്കാർ കൂടുതലായിട്ട് താല്പര്യം കാണിക്കണം. നമുക്ക് ലോങ് ലൈഫ് ഉണ്ടാവും എന്നുള്ളതല്ലേ. ഇനിയിപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ അവിടെ വെള്ളം ഭയങ്കര പ്രശ്നമായി മാറുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആ അവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടില്ല. ഇത് ജലം ഒരു വലിയ പ്രശ്നമായിട്ട് മാറുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
തീർച്ചയായിട്ടും നമ്മളിപ്പോൾ എല്ലാവരും അടുത്ത യുദ്ധം ഉണ്ടാകുന്ന വേൾഡ് വാർ ഉണ്ടാകുമ്പോൾ വെള്ളത്തിലാണ് പറയുന്നത് അത് ശരിയായിരിക്കും ഉറപ്പാണ്. പക്ഷേ എനിക്ക് ഗവൺമെൻറ്റിനോട് ഒരു തിരിച്ചു പറയാനുള്ള ഇപ്പം ഒരു അവസരം കിട്ടിയപ്പം പറയാം. കാരണം വെച്ചാൽ നമ്മളിപ്പം ഇവിടെ ഞങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ബിൽഡിങ്ങിൽ വാട്ടർ ഹാർവസ്റ്റിംഗ് ടാങ്ക് എന്നൊരു ടാങ്ക് ഉണ്ടാക്കണം. അത് മഴക്കാലത്ത് മഴ വെള്ളം സംരക്ഷിച്ച് അതൊരു ഭയങ്കര ഒരു വിഡ്ഢിത്തം ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മൾ ടാങ്കിൽ വെള്ളം സൂക്ഷിച്ച് ആ വെള്ളം ഉപയോഗിക്കാനാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു മലയാളി നമ്മൾ ആ വെള്ളം ഉപയോഗിക്കില്ല. ടാങ്ക് 6 മാസം ഉപയോഗിച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല, ആരും ഉപയോഗിക്കുന്നില്ല. തിരിച്ച് അത് പെർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഭൂമിയിലേക്ക് പെർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നേരെ താഴോട്ട് പോയിട്ട് നമുക്ക് വെള്ളം ഇഷ്ടമായി കിട്ടും. ഞാൻ ഒരു എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തു വെച്ചാൽ എൻ്റെ വീട്ടിനുള്ളിലുള്ള ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകില്ല. ഞാൻ കംപ്ലീറ്റ് കുഴി വെച്ചിട്ട് വെള്ളം താഴോട്ട് പെർക്കുലേറ്റ് ചെയ്യാൻ ശരിക്കും. ടാങ്ക് ഉണ്ടാക്കുന്ന പെർക്കുലേറ്റ് വെള്ളം ഒഴുകി പോകാതെ അവിടെ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം പോലും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പൊതുവേ നമ്മുടെ ഈ ഭൂഗർഭ ജലനിരപ്പ് കുറയുന്നതൊക്കെ ഇതിലൂടെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെന്താ എല്ലാവരും ഇന്റർലോക്ക് ഇട്ട് എല്ലാവരും ചെയ്തല്ലോ. അപ്പോൾ നേരെ മഴ കഴിഞ്ഞാൽ നേരെ വെള്ളം ഒഴുകിയിട്ട് തോട്ടിലേക്ക് പോകും, റോഡ് നേരെ തോട്ടിലേക്ക് പോകും, തോട് നേരെ കടലിലേക്ക് പോകും. അല്ലാതെ മഴ താഴോട്ട് പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇത് തിരിച്ച് ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ വീട്ടിലും വെള്ളം അവിടെ തന്നെ ഇറങ്ങാനുള്ള സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ കൊല്ലം കൊണ്ട് നമ്മളെ വീട്ടിൽ നാട്ടിലെ വെള്ളത്തിന് പ്രശ്നം തീരും. കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടെ മലയാളികൾ കാണിച്ച ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടുമുറ്റത്ത് മണ്ണുള്ള മുറ്റം ഇതുപോലെ ഇന്റർലോക്കൊക്കെ ഇട്ട് വെള്ളം ഒഴുക്കി പുറത്തേക്ക് കളയുന്നു. അതുകൊണ്ട് വെള്ളത്തിന് പ്രശ്നം പറ്റും. മണ്ണിനോട് സ്നേഹമില്ലാത്തവരായിട്ട് മലയാളികൾ മാറിയെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ആൾക്കാർക്ക് മാറി. എല്ലാവരും വളരെ എന്താ പറയുക, മൊബൈലിലേക്ക് അഡിക്റ്റഡ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയില്ല സ്വാഭാവികമായിട്ടും. അവരുടെ ഒരു സ്വപ്നം അല്ലെ, ഒരു ഇപ്പം നേരത്തെ ഈ എല്ലാ നിലകളിലും കാറ് വരുന്ന ഒരു പ്രൊജക്റ്റിന്റെ കാര്യം പറഞ്ഞു. എങ്കിലും ഒരു ഡ്രീം പ്രോജക്റ്റ് അല്ലേ മനസ്സിലുള്ളത് എന്താണ്? അതിപ്പോൾ ബിൽഡിംഗ് ആവണമെന്നില്ല, എന്തുവാണ്? എനിക്ക് ഡ്രീം പ്രോജക്റ്റ് ഉണ്ട് ഇപ്പോൾ ഞാൻ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയില്ല. എനിക്ക് ലാൻഡ് കിട്ടില്ല. അതാണ് ലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് സിറ്റി ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹം. ഇപ്പം മോദിയൊക്കെ പറഞ്ഞ പോലെ ഒരു സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പോലെ ഒരു സാറ്റലൈറ്റ് സിറ്റി. അപ്പോൾ കോഴിക്കോടിൻ്റെ വലിയൊരു ടൗൺഷിപ്പ്, അതായത് പ്ലാൻഡ് സിറ്റി. ഇപ്പം ചാന്ദിഗഡൊക്കെ ചെയ്ത പോലെ ഒരു പ്ലാൻഡ് സിറ്റി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിനൊരു 10-500 ഏക്കർ ഉണ്ടെങ്കിൽ എല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് ലാൻഡ് എത്ര മതി. അത് ഭയങ്കര കംഫർട്ടായിരിക്കും, ഡ്രൈവ് ചെയ്യുക, എല്ലാം കിട്ടുന്ന ഒരു സാധനം ഉണ്ടാക്കാം എല്ലാ ഒരു ഏരിയയിൽ. ഇപ്പോൾ ഹൈലൈറ്റ് സിറ്റി എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ഇവിടെ ഒരു 65 ഏക്കേഴ്സ് ഉള്ളൂ. 500 ഏക്കറേയും വേണം. എന്നാൽ മാത്രം എല്ലാം ഞാൻ പറഞ്ഞ എല്ലാം മിനിറ്റ്സ് സ്റ്റേഷൻ മുതൽ പോലീസ് സ്റ്റേഷൻ മുതൽ ബസ് സ്റ്റാൻഡ് എല്ലാം വേണമല്ലോ. എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കണം ഭയങ്കര ആഗ്രഹമാണ്. വെച്ചാൽ ഞാനില്ലെങ്കിലും ഗവൺമെൻറ്റെങ്കിലും ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് ഒരു കാലത്ത് എല്ലാ ആശംസകളും.